എല്ലാവർക്കും നമസ്കാരം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഏശയ്യാ 44:3. 1938 മെയ് മാസം 8-ാം തീയതി പരിശുദ്ധാത്മ പ്രേരണയാൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാർത്താണ്ഡം പ്രദേശത്ത് ക്രിസ്തു സന്ദേശം പ്രചരിപ്പിക്കുവാൻ സ്ഥാപിതമായ മേരി മക്കൾ മിഷണറി സമൂഹത്തിന്റെ സ്ഥാപകൻ വന്യ മോൺസിഞ്ഞർ ജോസഫ് കുഴിഞ്ഞാലിലച്ചന്റെ 43-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ആ കർമ്മയോഗിയുടെ ജീവിത വഴിതാരയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പാലാ രൂപതയിൽ പ്രവിത്താനം ഇടവകയിൽ 1903 മെയ് മാസം 24-ന് കുഴിഞ്ഞാലിൻ കുടുംബത്തിൽ കുരുവിള മറിയാമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച കുഞ്ഞൗസേപ്പ് ജോസഫ് എന്ന നാമധേയം സ്വീകരിച്ച് 1933 ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ഒരു വൈദികനാകുവാൻ നിയോഗിക്കപ്പെട്ടു. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് മാർവാനിസ് മെത്രാപ്പൊലീത്തായുടെ ക്ഷണം സ്വീകരിച്ച് സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അടുത്തനുകരിക്കുവാൻ സുവിശേഷ വേലയ്ക്കായി തെക്കൻ മേഖലയിലേക്ക് കടന്നു വന്ന ക്രിസ്തു ശിഷ്യന്റെ മാസ്മരികത മാർത്താണ്ഡം മണ്ണിൽ വേരൂന്നി പടർന്നു പന്തലിച്ചു. പരീക്ഷകളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ പോരുന്ന കരുത്തുറ്റ വിശ്വാസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ധീര ക്രിസ്തു ശിഷ്യനാക്കി മാറ്റി. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ആ കാലാതീതനമായ കർമ്മയോഗി ഇന്നും ഈ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അഗാധമായ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ജോസഫ് അച്ഛൻ. മിഷനറി യാത്രകൾ കൊണ്ട് ക്ഷീണിച്ച് അവശനായി എത്തിയാലും കാനോൻ നമസ്കാരം ചെല്ലാതെ വിശ്രമത്തിന് പോയിരുന്നില്ല. വിശുദ്ധ കുർബാന അർപ്പണത്തിന് പാതിരാത്രി മുതലുള്ള ഉപവാസം കർക്കശമായിരുന്നു. ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം ഉറപ്പാക്കി. ഉത്തരീയം ധരിച്ചു. മലങ്കര സഭയിലെ ഉപവാസങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിച്ചു. ആകാശം ഇടിഞ്ഞു വീണാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുറക്കെ പ്രഘോഷിച്ച ദൈവ പരിപാലനയുടെ പ്രവാചകനായിരുന്നു മോൺസിഞ്ഞർ ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ. ചോദിക്കേണ്ടവരോട് ചോദിക്കാതെയും പറയേണ്ടവരോട് പറയാതെയും ഒന്നും രഹസ്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ നിറഞ്ഞ സംതൃപ്തിയോടെ പറയുമായിരുന്നു. സുവിശേഷം പ്രഘോഷിക്കുക, അക്രമൈക്യം വളർത്തുക, ദരിദ്രരെയും അവഗണിക്കപ്പെട്ടവരെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും പുനരുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം മേരി മക്കൾ സന്യാസ സമൂഹം സ്ഥാപിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ട താതനെ അവർ വല്ലിച്ച എന്ന് വിളിച്ചു. ആ പുരോഹിത ശ്രേഷ്ഠന്റെ അപ്പസ്തോലിക ചൈതന്യത്തിൽ അടിത്തറയിട്ട് സന്യാസത്തിന്റെ നടുവരമ്പിലൂടെ കൂട്ടജീവിതത്തിന്റെ നേട്ടങ്ങൾ ആർജിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മേരി മക്കൾ സന്യാസ സമൂഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രേക്ഷക ജീവിതത്തിന്റെയും പ്രവർത്തന വിജയത്തിന്റെയും ശാശ്വത സാക്ഷ്യം മണ്ഡപം എന്ന് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പറയുകയുണ്ടായി. 1983 ഓഗസ്റ്റ് മാസം 23-ന് ആ കർമ്മയോഗി നിത്യസമാധാനത്തിനായി വിളിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസവും ത്യാഗവും മനോഭാവവും ഇന്നും അനേകരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന് പ്രകാശം പരത്തുവാൻ മലമുകളിൽ ഈശോ അണിയിച്ചൊരുക്കിയ ഒരു ദേവദാരു വൃക്ഷമായിരുന്നു അദ്ദേഹം. പ്രിയരെ, മോൺസിഞ്ഞർ ജോസഫ് കുഴിഞ്ഞാലിലച്ചന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് സ്നേഹത്തോടും വിനയത്തോടും മറ്റുള്ളവരെ സേവിക്കണമെന്നതാണ്. ആ മഹാത്മാവിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വല്യച്ഛന്റെ സ്വർഗപ്രവേശനത്തിന്റെ 43-ാം ഓർമ്മ തിരുനാൾ ആഘോഷിക്കാൻ പ്രിയപ്പെട്ട വല്യച്ഛനോട് നമുക്ക് യാചിക്കാം. നന്ദി.